നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ ഉടുമ്പ് പിടിക്കും പോലെ പിടിച്ചിരിക്കുകയാണ് കുഴൽനാടൻ. മുഖ്യമന്ത്രി, മകൾ വീണ, സി എം ആർ എൽ MD, എക്സാലോജിക് എന്നിവരെ എതിർകക്ഷികളാക്കി വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കുഴൽനാടൻ. കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന KMREL കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL കമ്പനിയിൽ നിന്ന് 100 കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന ആരോപണവുമായാണ് മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന ആരോപണമാണ് കുഴൽനാടൻ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ അഴിമതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേന വളരെ ചെറുതാണ്. സ്വന്തം അഴിമതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു. ഈ വിഷയത്തിൽ എതിർ ശബ്ദവുമായി രംഗത്തു വന്ന മന്ത്രിമാരായ പി രാജീവിനെയും MB രാജേഷിനെയും സംവാദത്തിന് വെല്ലുവിളിച്ച കുഴൽനാടൻ CMRL-നും KRMEL-നുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവിട്ടു. റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ CMRL-നായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് പുതിയ ആരോപണം. നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി CMRL-ൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുഴൽനാടൻ ഈ ആരോപണങ്ങൾ ഉയർത്തിയത്. ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ KRMEL കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന CMRL പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് KREML. അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ 51 ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് കുഴൽനാടൻ ആരോപിക്കുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബും രംഗത്തു വന്നു. തന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ അകത്താക്കുമെന്ന വെല്ലുവിളിയാണ് സാബു M ജേക്കബ് ഉയർത്തിയത്. കിഴക്കമ്പലത്ത് നടന്ന 2020 പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് സാബുവിന്റെ വെല്ലുവിളി. മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും തനിക്കറിയാം, അതുകൊണ്ട് തന്നെ എതിർക്കുന്ന MLA-യും പാർട്ടി പ്രവർത്തകരും സൂക്ഷിക്കണമെന്നും സാബു M ജേക്കബ് മുന്നറിയിപ്പ് നൽകി. താനിപ്പോൾ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുകയാണെന്നും ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും പറഞ്ഞ സാബു തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ അകത്താക്കുമെന്ന് ഭീഷണി മുഴക്കി. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. തന്നെ എതിർക്കുന്ന MLA-യോടും സഖാക്കളോടും ജില്ലാ CPM നേതൃത്വത്തോടുമാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞ സാബു തന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് എന്നും അവകാശപ്പെട്ടു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ദിവസവും പിണറായി വിജയനിലേക്ക് മാസപ്പടി കേസ് കേന്ദ്രീകരിക്കുകയാണ്. ഇതിനൊക്കെ മറുപടിയുമായി പിണറായി ഇതുവരെയും രംഗത്തു വന്നിട്ടില്ല. നേരത്തെ ന്യായീകരിച്ച പാർട്ടിയും ഇപ്പോൾ പിൻചുവടിലാണ്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. അതുകൊണ്ട് പിണറായിയെ സംബന്ധിച്ച് വരും നാളുകൾക്ക് കയ്പേറുമെന്നുറപ്പ്.